നിങ്ങൾ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ല കയ്യിൽ? ഇല്ല, അത് മേടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് സ്കൂൾ ഉറപ്പല്ലേ, ബാഗോ എന്തെങ്കിലും വാങ്ങിക്കത്തില്ല. ഇപ്പം അവർക്കൊന്നും ബാഗോ ഒന്നും പോലും ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്കൂൾ ഉറപ്പും കൂടെ ആയപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് തീരെ ഇപ്പം ഡെയിലി 500 രൂപയാണ് എനിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് തന്നെ. അതുകൊണ്ടൊന്ന് ഈ കൊച്ചുങ്ങളെ കാര്യവും ഈ വീട്ടിലിപ്പോൾ തന്നെ ഒരു ടാർപ്പ് വാങ്ങിച്ചിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ ശാരദാമ്മയെ നമ്മളെ യേശിയൊക്കെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം ഇതാണ്. നമ്മളെ മുസ്ലിം ഹിന്ദു അങ്ങനെയൊന്നും ഇല്ല, നമ്മളെല്ലാം ഒരുമിച്ചാണ്. നമസ്കാരം, ഇത് നാവായിക്കുളം നയനാങ്കോണമാണ്. നമ്മൾ ഞായറാഴ്ചയായിട്ട് ഇവിടെ ഞങ്ങൾ വന്നത് ഒരു ചേച്ചിയുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ വന്നത്. ചേച്ചി നസീഹത്ത് ചേച്ചി കൂടെയുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു അമ്മൂമ്മ കാര്യങ്ങളെല്ലാം പറയുന്നു. എൻ്റെ കൊച്ചുങ്ങൾ കുറേ കാലം കൊണ്ട് വന്നു, എൻ്റെ തള്ള മരിച്ചുപോയി. അത് അന്ന് ഇന്നും കിടന്ന് അവരേറെ വീട്ടിലാണ് പോയി അന്ത്യയ്ക്ക് ഉറക്കം വന്ന് വേവിക്കും. ചിലപ്പോൾ വേവിച്ചില്ലെങ്കിലും ആവും. അത്ര പുണിമുട്ടിയാണ് ഈ കൊച്ചുങ്ങൾ ഓടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു മാടം വെച്ച് കൊടുത്താൽ നിങ്ങൾക്കൊരു പുണ്യം കിട്ടേയുള്ളൂ. അമ്മ, ഇത് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു അവകാശം അധികാരവും കാശൊന്നും എനിക്കില്ല. നമ്മൾ ഈ വാർത്ത പുറത്ത് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്നെ വിളിച്ചത് വേറൊരു ആളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഇപ്പം ഞാൻ ഞായറാഴ്ചയായിട്ട് വിളി ഞാൻ ഇറങ്ങി ഓടി വന്നതും ചില ഈ മഴയത്ത് കണ്ടല്ലോ, എല്ലാം നനഞ്ഞ കുതിർന്ന് ഞാൻ വരുന്നത്. ചേച്ചിയുടെ അവസ്ഥ അത് കാരണം ഞാൻ കണ്ട കൊച്ചുകുട്ടിയെ കണ്ട്. കൊച്ചുകുട്ടീനെ കാണിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ കാണിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. കാണിച്ചില്ലേലും കുഴപ്പമില്ല. ആ മോള് ഞാൻ വന്നപ്പോഴേ എന്റെ കൂടെ നിൽക്കുകയാണ്. ആ മോള് കുഞ്ഞു മോളാണ്. ഇന്നൊരാളുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇപ്പൊ ഈ വർഷം 10ലായി. അവള് വയസ്സറിയിച്ച കൊച്ചാണ്. രാത്രി ഈ സാറ് കയറിയപ്പോ കണ്ടില്ലേ, കതക് പോലും ഇല്ല. കതക് ഞാൻ എടുത്തു വെച്ചാണ് അടയ്ക്കുന്നത്. മോളുടെ ബാബ കളഞ്ഞിട്ട് പോയതാണ്, ഉപേക്ഷിച്ച് പോയതാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, ഉമ്മ മരിച്ചു. പിന്നെ വാപ്പായും സഹോദരങ്ങളൊന്നുമില്ല. എനിക്ക് ഇത്രയും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ഒരുപാട് വർഗീയതയൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരാൾക്ക് സഹായാവുന്നൊരു ഹിന്ദുവാണ്. എപ്പോഴും ഉണ്ട്. ഞാൻ മരിക്കുന്ന നേരം ആ കൊച്ചുങ്ങൾക്ക് കാണും. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജാതി മതമൊന്നും നോക്കാതെ തന്നെ ആ വീട്ടുകാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് എന്റെ അയൽവക്കമാണ്. എന്റെ മോള് പഠിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിലാണ്. ആ വീട്ടിലെ കുട്ടി പഠിക്കുമ്പോ ആ റൂമില് അവര് ഹിന്ദുക്കളാണ്. അവിടെ നിന്ന് തന്നെയാണ് പല ദിവസവും മഴ പെയ്ത് എനിക്ക് ഇതിനകത്ത് വേവിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ. എൻ്റെ മക്കൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് പോലും ആ വീട്ടിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് കിടത്തി ഉറക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ചേച്ചി ഇന്നലത്തെ കാറ്റും മഴയത്തൊക്കെ ഞാൻ ഉണർന്നാണ് ഇരുന്നത്. എന്ന് വെച്ചാൽ ഈ വെള്ളം മൊത്തം സാറ് കണ്ടായിരുന്നു, അതിനകത്താണ് വീഴുന്നത്. ഞാൻ ഇതുങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ പായ വലിച്ച് ഇതുങ്ങൾ ഉണർത്താതെ പായ വലിച്ച് അപ്പുറത്തോട്ടിടും. പിന്നെ അവിടെ ചോരുമ്പോൾ അവിടെ നിന്നെടുത്ത് ഇപ്പുറത്തോട്ട് ഇടും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കുറെ നാളുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വീടിനെല്ലാം ആയി, കാർഡും എല്ലാം ഒക്കെ തന്ന്, പിന്നെ അർഹതപ്പെട്ടവർക്ക് പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറയുന്നു. ഇതുവരെ ഒന്നും ആയില്ല. എനിക്കത് പെട്ടെന്ന് കിട്ടണം എന്ന് വെച്ചാൽ അത്ര എന്റെ അവസ്ഥ അത്രയും മോശമാണ്. ഇപ്പൊ തന്നെ എന്റെ മക്കൾക്ക് സ്കൂൾ ഉറപ്പായപ്പോഴത്തേക്ക് എന്നെ കൊണ്ടൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. രണ്ടുപേർക്കും ഇല്ല, എനിക്ക് ഫോൺ പോലും ഇല്ല. എന്റെ ഈ ഫോണാണ് ഇരിക്കുന്നത്. അത് എനിക്കിപ്പം ഈ അറിയിച്ച ആ ചേച്ചി എന്നെ ഒരു എന്തെങ്കിലും സഹായം അതെനിക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്. ഇല്ല, അത് മേടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് സ്കൂൾ ഉറപ്പല്ലേ, ബാഗോ എന്തെങ്കിലും വാങ്ങിക്കത്തില്ല. ഇപ്പൊ അവർക്കൊന്നും ബാഗോ ഒന്നും പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അത്രയും ഗതികെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്. അത് ഇപ്പം എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ വെച്ചിട്ട് തരാന്ന് പറഞ്ഞ് അതിലെടുത്ത് തരാന്ന് പറഞ്ഞു. എനിക്ക് ഫോൺ മേടിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇപ്പം ഇല്ല. അപ്പം അവർ പറയണമെന്ന് വെച്ചാൽ ഞാൻ തൽക്കാലത്തേക്ക് ആരുടെയും ഫോൺ വാങ്ങിച്ച് ചെയ്ത് തരാമെന്നൊക്കെയാണ് പറയുന്നത്. അത് മദ്യപാനവും ഞങ്ങളെ കുടുംബം ഇവിടെ അയൽവക്കക്കാർക്കൊക്കെ അറിയാം. ഞാൻ എന്റെ പേരിൽ എന്റെ ഉമ്മ മരിച്ചപ്പോ എന്റെ പേരിലാക്കി തന്ന പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാം കിട്ടി. എന്റെ കാർഡൊക്കെ എന്റെ കയ്യിൽ തന്നു, ബ്ലോക്കിൽ നിന്നുള്ള കാർഡൊക്കെ തന്നു. പക്ഷെ അത് ലിസ്റ്റിൽ പേര് വരുന്ന ആ സമയത്തേക്ക് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ സമയം വരെ എങ്ങനെയാണ് ഇത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, കാരണം വെച്ചാൽ ഞങ്ങള് ഇങ്ങനെ ഒരുപാട് വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഞരമ്പ് രോഗികൾ വിളിക്കാറുണ്ട്.
അത് വിളിച്ചു കഴിഞ്ഞ് ഭയങ്കര ശല്യമാണ്. പിന്നെ അത് അവർ അമ്മക്കാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെ കുറേ വിഷയങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ നമ്പർ ഞാൻ കൊടുക്കട്ടെ. കൊടുത്താൽ ഈ ഒരുപാട് ഞരമ്പരുകൾ വിളിക്കും രാത്രിയൊക്കെ അവരൊന്ന് വിളിക്കും. ഇപ്പം എനിക്ക് ഇപ്പം വേറെ സ്മാർട്ട് ഫോൺ ഇല്ല. അതിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെയാലും അവർ ശരിയാക്കി തരാമെന്ന് പറയും. ഞാൻ ആരെ നമ്പർ കൊടുക്കട്ടെ? ഈ നമ്പർ തന്നെ കൊടുത്താൽ മതി. ഈ നമ്പർ കോൺടാക്ട് നമ്പർ അല്ലേ? ആ, കോൺടാക്ട്. അതിൽ ഗൂഗിൾ പേ ഇല്ലല്ലോ? ഇല്ല, പിന്നെ അക്കൗണ്ട് നമ്പറേ ഉള്ളൂ. അക്കൗണ്ട് നമ്പറും ഉണ്ടല്ലോ. ഒരാള് സഹായിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗൂഗിൾ പേ നമ്പറിലായിരിക്കും സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവർ അക്കൗണ്ട് നമ്പറൊന്നും പോയി നോക്കത്തില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന കാശ് അങ്ങനെ അയക്കും. 500 100 എന്തെങ്കിലും അവർ അയക്കും. അപ്പോൾ കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്കൂൾ ഉറപ്പും കൂടെ ആയപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് തീരെ ഇപ്പം ഡെയിലി 500 രൂപയാണ് എനിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് ഒന്ന് ഈ കൊച്ചുങ്ങളെ കാര്യവും ഈ വീട്ടിലിപ്പോൾ തന്നെ ഒരു ടാർപ്പ് വാങ്ങിച്ചിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ചേച്ചിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല. ചേച്ചി ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എങ്കിലും അറേഞ്ച് ചെയ്തിട്ട് ചേച്ചി ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചേച്ചി അത് എന്താ പറയുക, ആ ഒരു സംഭവം ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ചേച്ചിയുടെ ഈ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. നമ്പർ എന്ന് പറയൂ. 79 02 66 54 04. ഓക്കെ ആവുമല്ലോ? ഈ നമ്പർ തന്നെയാണല്ലോ? ഈ നമ്പർ തന്നെയാണ്. ശരി. എന്തായാലും ചേച്ചിയുടെ ഒരു സങ്കടാവസ്ഥയൊക്കെ ഞാൻ എൻ്റെ ആ ഒരു കുഞ്ഞു മോള് വന്നപ്പോൾ തന്നെ മാമാന്ന് വെച്ചിട്ട് പ്രകൃതി നിൽക്കുകയാണ്. എനിക്കത് കണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കും തരും മുട്ടായി വാങ്ങി പല്ലിറക്കൊക്കെ പോയിരിക്കും. എന്തായാലും നമ്മുടെ ശാരദാമ്മയൊക്കെ കൂടെയാണ്. ശാരദാമ്മന്നല്ലേ പേര്? ശാരദാമ്മ എന്താണ്? ശാരദാമ്മയ്ക്ക് വയസ്സായി വരും തോറും എന്തെങ്കിലും സഹായിക്കണം. എന്തെന്നറിയാം, ജോലിക്ക് പോകും. രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്ന 6 മണി 7 മണിക്കൊക്കെയാണ് വരുന്നത്. അപ്പുറത്തോ ഇവരെ വീട്ടിലൊക്കെ തന്നെ മക്കള് നിൽക്കുന്നത്. നമ്മളെ ശാരദാമ്മയെ നമ്മളെ യശിയൊക്കെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം ഇതാണ്. നമ്മളെ മുസ്ലിം ഹിന്ദു അങ്ങനെയൊന്നും ഇല്ല. നമ്മളെല്ലാം ഒരുമിച്ചാണ്. അമ്മ തന്നെയാണ്. കണ്ടാ കൂടെ ശാരദാമ്മയാണ്. ചേച്ചിയുടെ പേര് നസീത്ത്. സോറി മറന്നു. ഇന്ന കാലത്തും അങ്ങനെ തന്നെ അവളെ അമ്മയ്ക്ക് കൂട്ടുന്നത് ഞങ്ങൾ തന്നെ. എന്തായാലും എന്താ പറയുക, നസീത്ത് ചേച്ചി ഒറ്റയ്ക്കാണ്. ആ വീടിന്റെ അവസ്ഥ എല്ലാവരും കണ്ടല്ലോ. അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴേക്ക് വീടാണ്. പഞ്ചായത്തുകാർ സഹായിക്കാമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്കും കൂടി ഞാൻ അത് ക്ഷണിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ എന്താണെന്നറിയാമോ, എത്രയോ കൊല്ലം കൊണ്ട് പറഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഒരാൾ ഭരിക്കാൻ കയറും. ആ അടുത്തുള്ള പിന്നെയും ഭരിക്കാൻ കയറും. അതൊന്നുമില്ല, അതൊക്കെ ശരിയാവും. അതൊക്കെ അത് ഒരു ടേണാണ്. അതൊക്കെ ശരിയാവും. എന്തായാലും ഒരു വീട് ലഭിക്കട്ടെ. കുറച്ച് വസ്തു മാത്രമേ ഉള്ളൂ. ഒരുപാട് നടന്നു കയറി വരണം. അവിടെയാണ് ഈ വസ്തു. ഒരു കയറ്റത്തിനാണ്, ഒരു കോളനിക്കകത്താണ്. എന്തായാലും കിട്ടട്ടെ. ദൈവം രക്ഷിക്കട്ടെ. നമ്മൾ കൂടെ ഉണ്ട്, പ്രേക്ഷകരും കൂടെ ഉണ്ടാവണം. ചേച്ചിയുടെ നമ്പരും കോണ്ടാക്ട് നമ്പരും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും കഴിയുന്ന സഹായിക്കുക. വിസ്മേസിനുണ്ട് ക്യാമറ അനുസാറിനൊപ്പം സ്വീത് മാരാ സൈനിങ് ഓഫ്.